എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നീല വെള്ള റേഷൻ കാർഡുള്ള 73,24,000 ആളുകൾക്ക് ഓഗസ്റ്റ് മാസം മുതൽ സൗജന്യ റേഷൻ വരികയാണ്. സൗജന്യ ഭക്ഷ്യകിറ്റ്, സപ്ലൈകോയിലൂടെ പണം കൊടുത്തുള്ള ഭക്ഷ്യകിറ്റ്, വിവിധ തലത്തിലുള്ള സ്പെഷ്യൽ അരികളും മറ്റു ഉൽപ്പന്നങ്ങളും. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ആദ്യം പറയുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതികളുടെ ഭാഗമായി നടപ്പിലാക്കുന്ന പദ്ധതികളിൽ ആദ്യ ലക്ഷ്യത്തിന്റെ റെക്കോർഡ് നേട്ടവുമായി സിവിൽ സപ്ലൈസ് വകുപ്പ്. 1.5 ലക്ഷം മുൻഗണനാ റേഷൻ കാർഡുകളാണ് ലക്ഷ്യമിട്ടിരുന്നത് എങ്കിലും 73,024 അപേക്ഷകൾക്ക് അംഗീകാരം നൽകിയതായി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. ഇത് ആദ്യമായിട്ടാണ് ഇത്രയും അധികം മുൻഗണനാ റേഷൻ കാർഡ് ഒരുമിച്ച് അനുവദിക്കുന്നത്. 76,338 അപേക്ഷകളാണ് ആകെ ലഭിച്ചത്. ഇതിൽ 1,353 അപേക്ഷകൾ മതിയായ രേഖകൾ ഹാജരാക്കാത്തതിനാൽ തിരിച്ചു നൽകി. 2011 നിരസിക്കുകയും ചെയ്തു. അങ്ങനെയാണ് 73,024 മുൻഗണനാ റേഷൻ കാർഡുകൾ അനുവദിച്ചിട്ടുള്ളത്. 73,024 റേഷൻ കാർഡുകൾക്കും തൊട്ടടുത്ത മാസം, അതായത് ഓണം നടക്കുന്ന ഓഗസ്റ്റ് മാസത്തിൽ തന്നെ സൗജന്യ റേഷൻ നൽകുമെന്നും പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർവഹിക്കുമെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചു. ഇത്രയും കാലം നീല വെള്ള റേഷൻ കാർഡിൽ ഉണ്ടായിരുന്നവരാണ്. അവർക്കാണ് ഇപ്പോൾ മുൻഗണനാ റേഷൻ കാർഡുകളിലൂടെ സഹായം, സൗജന്യ റേഷൻ എല്ലാം ലഭിക്കാൻ പോകുന്നത്. 4,068 കിലോ ലിറ്റർ മണ്ണെണ്ണയും അനുവദിച്ചിട്ടുണ്ട്. അടുത്ത മാസം 1-ാം തീയതി മുതൽ റേഷൻ കടകളിൽ മണ്ണെണ്ണ ഉറപ്പുവരുത്തണം എന്നും ഭക്ഷ്യമന്ത്രി പറഞ്ഞു. റേഷൻ വാതിൽപ്പടി ലോറിക്കാരുമായി കരാർ പുതുക്കുന്നത് പരിഗണനയിലുണ്ട്. അവർക്ക് നൽകാനുള്ള കുടിശ്ശിക വൈകാതെ തീർക്കും. സെപ്റ്റംബറിൽ പുതിയ ടെൻഡർ ആലോചിക്കും. വിതരണത്തിനായി സ്പെഷ്യൽ അരി അടുത്ത മാസം 10-നകം റേഷൻ കടകളിൽ എത്തിക്കുമെന്നും ഓണക്കാലത്ത് സുഗമവും തടസ്സമില്ലാതെയും പൊതുവിതരണം ഉറപ്പാക്കുമെന്നും ഉദ്യോഗസ്ഥർ ഇക്കാലത്ത് അവധിയെടുക്കരുത് എന്നും ഭക്ഷ്യമന്ത്രി അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ ആഴ്ചയാണ് ഓണം ഫെയറുകൾക്കും വിപണി ഇടപെടലിനും ഭക്ഷ്യക്കിറ്റുകൾക്കും വേണ്ടി 256 കോടി രൂപ ധനവകുപ്പ് ഭക്ഷ്യവകുപ്പിന് അനുവദിച്ചത്. സപ്ലൈകോക്കാണ് തുക കൈമാറിയിട്ടുള്ളത്. 56 കോടി രൂപ മഞ്ഞ റേഷൻ കാർഡുള്ളവർക്ക് സൗജന്യ ഭക്ഷ്യകിറ്റ് നൽകാനാണ്. സൗജന്യ ഭക്ഷ്യകിറ്റ് റേഷൻ കടകളിലൂടെ അടുത്ത മാസം 10-നകം തന്നെ വിതരണം ആരംഭിക്കും. മഞ്ഞ, പിങ്ക്, നീല, വെള്ള എല്ലാ റേഷൻ കാർഡുള്ളവർക്കും സപ്ലൈകോയിലൂടെ ചെറിയ വിലക്ക് കിറ്റ് ലഭ്യമാക്കും. പായസക്കൂട്ട് ഉൾപ്പെടെയുള്ള ഓണ വിഭവങ്ങൾ ഒരുക്കാൻ ആവശ്യമായ സാധനങ്ങളും മസാലക്കൂട്ടുകളും വെളിച്ചെണ്ണയും അടങ്ങിയതായിരിക്കും കിറ്റ്. വിവിധ വിലയിലുള്ള 3ഓളം കിറ്റുകൾ ഒരുക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. കൂടാതെ വിവിധ തരത്തിലുള്ള സബ്സിഡി ഇതര സാധനങ്ങൾക്ക് വലിയ സമ്മാന കൂപ്പണുകളും സമ്മാന മഴയും ഒരുക്കും. എല്ലാ ജില്ലകളിലും താലൂക്ക് അടിസ്ഥാനത്തിലും ഓണച്ചന്തകളും ഓണം ഫെയറുകളും സപ്ലൈകോയുടെയും സഹകരണ വകുപ്പിന്റെയും ഹോർട്ടികോർപ്പിന്റെയും ഉണ്ടാകും. എല്ലായിടത്തുനിന്നും 13-നം സബ്സിഡി സാധനങ്ങളും ഈ കാലയളവിൽ ലഭ്യമാകുന്നതാണ്. ഇരട്ടി ലിറ്റർ വെളിച്ചെണ്ണ ഈ സമയത്ത് വാങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് വിവരം. കൂടുതൽ അരി സപ്ലൈകോയിലൂടെ കുറഞ്ഞ വിലക്ക് ലഭ്യമാക്കുന്ന കാര്യവും ആലോചിക്കുന്നുണ്ട്. റേഷൻ കടകളിലൂടെ നീല വെള്ള റേഷൻ കാർഡുള്ളവർക്കാണ് സ്പെഷ്യൽ അരി ഓണത്തിന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിന്റെ വിതരണമാണ് 10-ാം തീയതി മുതൽ, ഓഗസ്റ്റ് 10 മുതൽ റേഷൻ കടകളിലൂടെ അതായത് ഓഗസ്റ്റ് മാസത്തെ റേഷന് പുറമെ ലഭിക്കുക. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ കഴിഞ്ഞ ദിവസം വിതരണം ആരംഭിച്ചിരുന്നു. വെള്ളിയാഴ്ച മുതൽ വിതരണം ആരംഭിച്ചത് വിതരണം തുടരുകയാണ്. ബാങ്ക് അക്കൗണ്ടിൽ ഇനിയും ലഭിക്കാത്ത ആളുകൾക്ക് നാളെ പൂർണ്ണമായും എത്തിച്ചേരും. കയ്യിൽ പെൻഷൻ വിതരണം നാളെ വൈകുന്നേരത്തോടു കൂടി ആരംഭിക്കും. ചൊവ്വ, ബുധൻ ദിവസങ്ങളിലായി വീടുകളിൽ പെൻഷൻ വിതരണം സജീവമാകും. കേന്ദ്ര വിഹിതവും 2 ദിവസത്തിനകം തന്നെ അക്കൗണ്ടുകളിലേക്ക് കയറി തുടങ്ങുന്നതാണ്. ഓണത്തിന് മുന്നോടിയായി ഓഗസ്റ്റ് മാസത്തിൽ ക്ഷേമ പെൻഷൻ നേരത്തെ വിതരണം ചെയ്യും. 15 മുതൽ വിതരണം ചെയ്തേക്കാനുള്ള സാധ്യതയാണുള്ളത്. 25-നാണ് തിരുവോണം നടക്കുന്നത്. 25-നകം കയ്യിലും പെൻഷൻ വിതരണം പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഓഗസ്റ്റ് മാസത്തെ പെൻഷനോടൊപ്പം മുൻകൂറായി 1 മാസത്തേക്ക് കൂടി അനുവദിക്കാനുള്ള സാധ്യതയുണ്ട്. സർക്കാരിന്റെ അറിയിപ്പ് ലഭിച്ചാലേ കൃത്യമായിട്ടുള്ള വിവരം ലഭിക്കൂ. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.